പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ നായർ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ COVID-19 ബന്ധപ്പെട്ടാണ്. COVID-19 കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളെയൊക്കെ ഒരു ഘട്ടത്തിൽ മുൾമുനയിൽ നിർത്തിയ ആ ഒരു മഹാമാരിയായിരുന്നു. ഞാൻ COVID-19 കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ 2 പ്രാവശ്യം കോവിഡ് ബാധിച്ച ഒരു പേഷ്യന്റ് എന്ന നിലയിലാണ്. എന്നുവെച്ചാൽ ഇപ്പൊ എനിക്ക് അങ്ങോട്ട് നെഗറ്റീവ് ആയതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചത്. അത് മാത്രമല്ല, നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ നമുക്ക് കിട്ടുന്ന സേവനങ്ങളെ കുറിച്ചും അത് നിങ്ങളോട് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശകലം എന്തെങ്കിലും നെഗറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്താൽ നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് ലൈവിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ അതൊക്കെ ചെയ്യണ്ടെന്നല്ല ഞാൻ പറയണത്. അങ്ങനെയല്ല, അതിനെയൊക്കെ എപ്പോഴും നമ്മൾ പെട്ടെന്ന് പബ്ലിസിറ്റി കൊടുക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന നല്ല കാര്യങ്ങളെക്കൊന്നും നമ്മളൊരു സ്വീകാര്യത, അതൊക്കെ നമുക്ക് അർഹതയുള്ളതാണ്, അതൊക്കെ നമുക്കുള്ളത് തന്നെയാണ്, ഇതൊക്കെ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നൊരു ചിന്തയാണ് നമുക്ക്. അതിനൊന്നും വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല. കിട്ടുന്നതെല്ലാം നമ്മൾ വാങ്ങി ആ സൗകര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് അങ്ങ് പോകാറേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഭയങ്കരമായിട്ട് പ്രൊജക്റ്റ് ചെയ്യും. അത് മനുഷ്യരായിട്ടുള്ള എല്ലാവരുടെ, ഞാൻ ഉൾപ്പെടുന്ന മനുഷ്യരുടെ സ്വഭാവം തന്നെയാണിത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നി, ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം എനിക്ക് കോവിഡ് വന്നു ഒരു മാസത്തിൽ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കോവിഡ് വന്ന് നെഗറ്റീവായി, പിന്നെ ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോവിഡ് പോസിറ്റീവായി. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കോവിഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടില് ഹോം ക്വാറന്റൈനിലായിരുന്നു. മുകളിലത്തെ റൂമില് ക്വാറന്റൈനിലായിരുന്നു. ഏകദേശം 20 ഡേയ്സോളം ഞാൻ ക്വാറന്റൈനിലിരുന്നു. പിന്നെ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും താഴെ, അവരും ഒരു 17 ഡേയ്സ് ക്വാറന്റൈൻ ചെയ്തു. ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, കോവിഡ് ഇത്രയുള്ളൂ, ഇതിനാണോ ഇത്രയും ഭയന്നത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്തതായിട്ട് തോന്നിയില്ല. ഒച്ചയടച്ചു, ചെറിയൊരു തോട്ട് പെയിനൊക്കെ ഉണ്ടായി, അങ്ങനെ ഇതൊരു തലവേദനയൊക്കെ വന്നു എന്നല്ലാതെ പനിയോ അങ്ങനെ ഒരു ശ്വാസതടസ്സമോ രുചി വ്യത്യാസമോ മണം കിട്ടാതെയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ചെറിയൊരു പെയിനൊക്കെ വന്നു, അങ്ങനെയൊക്കെ പോയി ക്വാറന്റൈനിലേക്ക് ഇരുന്നു, അങ്ങ് സുഖപ്പെട്ടു. പിന്നെ ഇവിടെ നമുക്ക് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ആശാവർക്കർക്ക് കൊണ്ട് തന്നു, അതൊക്കെ കഴിച്ചിരുന്നു, അങ്ങ് നോർമലായി എന്ന് പറയാം. അതിന് കഴിഞ്ഞു നെഗറ്റീവായി. പിന്നെ ഒരു 10 ഡേയ്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയാണ്. അത് ഞാൻ ട്രിവാൻഡ്രം ആയുർവേദ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് അവിടെ ഫുള്ള് കോവിഡ് ഇങ്ങനെ എല്ലാവർക്കും വന്നപ്പോൾ അവിടെ നിന്ന് എനിക്ക് വീണ്ടും കോവിഡ് കിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ആയുർവേദ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് എന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് അല്പം സീരിയസ് ആയിരുന്നു, നല്ല പ്രോബ്ലം ഉണ്ടായിരുന്നു. കോവിഡിന്റെ ആ ഒരു നല്ല എഫക്റ്റ് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അവിടെ കിട്ടിയത്. അവിടുത്തെ ജനറൽ വാർഡിലാണ് ഞാൻ അഡ്മിറ്റ് ആയത്. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് ശരിക്കും നമ്മൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആംബുലൻസുകൾ ഇങ്ങനെ വരാണ്. പേഷ്യൻസിനെ കൊണ്ടുവരുന്നുണ്ട്, ബെഡിലേക്ക് കൊണ്ടുവന്ന് കിടത്തുന്നു, ഓക്സിജൻ കൊടുക്കുന്നു, ചിലരെ കെട്ടിയിട്ടിരിക്കുന്നു, ചിലര് നല്ല നോർമലായിട്ടിരിക്കുന്ന കോവിഡ് പേഷ്യന്റുകൾ മെന്റലായി മാറുന്നുണ്ട്, പെട്ടെന്ന് അവർ വയലന്റ് ആവുന്നുണ്ട്. വയലന്റ് ആയവർ തന്നെ ട്രീറ്റ്മെന്റിലൂടെ അവിടെ വെച്ച് തന്നെ നോർമലായി പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ്. ശരിക്കും ഞാനും ആ ഒരു വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഒരു കോവിഡ് പേഷ്യന്റ് കൂടി ആകുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാനും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. എനിക്ക് അതിൻ്റെതായ ശരിക്കും നല്ല തീവ്രമായിരുന്നു എന്ന് തന്നെ പറയാം. അപ്പൊ
ഏതൊക്കെയോ ഘട്ടങ്ങളിൽ ഞാൻ വിചാരിച്ചു തിരിച്ച് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തില്ല, ഇതുപോലെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ലായിരിക്കും, ഇനി എൻ്റെ ആരെയും കാണാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എടുത്ത് പറയാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ തന്നെയാണ്. നമുക്ക് അവിടെ കിട്ടുന്ന പരിചരണങ്ങൾ, നമ്മളെന്തിനാണ് ഒരുപാട് എല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അത് ഇതൊക്കെ തേടി ഇങ്ങനെ പോവുകയാണ്. നമ്മളെന്തിനാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഉപേക്ഷിക്കപ്പെടുന്നത്? എല്ലായിടത്തും ആ സംവിധാനങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ പോയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഡോക്ടേഴ്സും അറ്റൻഡേഴ്സും എന്ന് വെച്ചാൽ എല്ലാവരും, നഴ്സും എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് സ്വയം അർപ്പിച്ച് പ്രവർത്തിക്കുന്നതാണ്. അവരുടെ മനസ്സും ശരീരവും അവിടെയുള്ള കോവിഡ് പേഷ്യൻസിന് വേണ്ടിയിട്ട് എന്തൊരു അർപ്പണ മനോഭാവമാണ്. അവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അവിടുത്തെ നല്ലവരായ ഡോക്ടേഴ്സും നഴ്സുമാരും അവിടെയുള്ള അറ്റൻഡർ ഉൾപ്പെടെയുള്ളവരുമാണ്. ക്ലീനിങ് സെഷൻ കൈകാര്യം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവരാണ്. അത്രയും നല്ല സപ്പോർട്ടാണ്, അത്രയും നല്ല സ്നേഹമാണ്, അത്രയും നല്ല പരിചരണമാണ് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലായ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. ആ പരിചരണം തന്നെയാണ് എന്നെ ഞാനായിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത്. എനിക്ക് അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ഓരോ ആൾക്കാരെ കൊണ്ട് എൻ്റെ അത്ര പോലും സീരിയസ് അല്ലാത്ത ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അവരെ എണീറ്റ് ഒറ്റയ്ക്ക് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവർ തിരിച്ചു വന്നു കിടന്ന് കുറച്ച് കഴിയുമ്പോൾ കെട്ടിപ്പൊതിഞ്ഞ് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് പലതും കണ്ടത്. ഓക്സിജൻ ഇട്ട് കിടത്തിയിരിക്കുന്നത്, കട്ടിലുകളിൽ ബെഡിൽ കെട്ടിയിട്ടിരിക്കുന്നത്, മെന്റലായിട്ട് വയലന്റ് ആകുന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വല്ലാത്തൊരു ഭയാനകമായ കാഴ്ചയാണ് സത്യത്തിൽ ഫസ്റ്റിൽ ഞാൻ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത്. എന്നെ മാനസികമായിട്ട് വല്ലാതെ തളർത്തി. ഒരിക്കലും ഒന്നിലും ഞാൻ മെന്റലാവും പോകുമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ബോഡി മാത്രമായിരിക്കും തിരികെ പോരുക എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സ്റ്റേജിൽ നിന്ന് ശരിക്കും ഉയർത്തെഴുന്നേൽക്കാൻ പറ്റിയത് അവിടുത്തെ ഡോക്ടേഴ്സ് തന്ന കൗൺസിലിങ്ങും അവരുടെ ട്രീറ്റ്മെൻറ്റും ആ പരിചരണവും ഒക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള നല്ല നല്ല അത്യാധുനിക സൗകര്യങ്ങൾ, പിന്നെ പറയുന്ന വെച്ചാൽ ഫുഡ് നല്ല ഫുഡായിരുന്നു. അതിന് നമുക്ക് കഴിച്ചിട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല, നല്ല ഫുഡായിരുന്നു. രാവിലെ ചായ കൊണ്ട് തരാറുണ്ട് നമ്മൾ ഉറക്കമൊഴിച്ച് വരുമ്പോൾ തന്നെ. അത് കഴിയുമ്പോൾ പിന്നെ കാപ്പി നമ്മളോട് മുന്നേ വന്ന് ലിസ്റ്റ് എടുക്കും എന്താ വേണ്ടാന്ന്. കാപ്പി വേണോ, കഞ്ഞി വേണോ, ഓട്സ് വേണോ എന്നൊക്കെ. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ പറയാം. ചപ്പാത്തി വേണോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഈ പറയുന്ന ഐറ്റംസിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ആ ലിസ്റ്റ് കൊടുക്കാം. അവർ കറക്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് പൊതിയായിട്ട് കൊണ്ടുപോകാൻ തരും. അത് കഴിയുമ്പോൾ പിന്നെ ഒരു 10 മണിയോടൊക്കെ കൂടി പാലും മുട്ടയും കൊണ്ടുതരും, പുഴുങ്ങിയ മുട്ടയും കൊണ്ടുതരും. അത് കഴിഞ്ഞ് കറക്റ്റ് 12:30-1 മണിക്കുള്ളിൽ നല്ല ഊണ്. അതും ചോദിക്കും, ഊണ് വേണോ കഞ്ഞി വേണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി സെലക്ട് ചെയ്യാം, ഊണ് വേണമെങ്കിൽ ഊണ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഒന്നാന്തരം ഊണ് തന്നെയാണ്. ഫിഷ് എല്ലാം ഉണ്ടാവും, അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടുള്ള നല്ല ഊണ്, നല്ല വൃത്തിയുള്ള ഭക്ഷണം എന്ന് തന്നെ പറയാം. അങ്ങനെ ഊണ് കിട്ടി. പിന്നെ ഈവനിങ് ആകുമ്പോൾ ചായയും വാഴയ്ക്കപ്പമോ അല്ലെങ്കിൽ മോദകമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വടയോ എന്തെങ്കിലുമൊക്കെ ചേർന്നിട്ട് ഒരു കടിയും ഒരു കുടിയും എന്ന് പറയില്ലേ, അങ്ങനെ ഈവനിങ്ങിൽ 4 മണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ചായയും കടിയും കിട്ടാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തും അതുപോലെ തന്നെയാണ്. ഊണ് വേണമെങ്കിൽ കാപ്പി, വൈകുന്നേരത്ത് ഊണല്ല കാപ്പിയാണ്. കാപ്പി വേണമെങ്കിൽ കാപ്പിയും, പിന്നെ കഞ്ഞി വേണമെന്നുള്ളവർക്ക് കഞ്ഞിയോ ഓട്സോ എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും. അപ്പം ഇങ്ങനെ നല്ല ഭക്ഷണം അത് കൃത്യമായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ബെഡിൽ എത്തിച്ചേരുമായിരുന്നു. അതൊക്കെയാണ് ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത്. ഫുഡെല്ലാം കറക്റ്റായിട്ടുണ്ട് നമുക്ക്. അങ്ങനെ പിന്നെ ചൂടുവെള്ളം, നമുക്ക് എപ്പോഴും കോവിഡ് പേഷ്യൻറ്റിന് എപ്പോഴും ആവശ്യം ചൂടുവെള്ളമാണ്. അപ്പോൾ ചൂടുവെള്ളം, നല്ല ചൂട് തിളയ്ക്കുന്ന വെള്ളം എപ്പോഴും നമ്മുടെ സമീപത്ത് കിട്ടിക്കൊണ്ടിരുന്നു.
അപ്പൊ അത്രയും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ അവർ കൃത്യമായി കെയർ ചെയ്തു. പിന്നെ എപ്പോഴും വന്ന് നമ്മുടെ ഓക്സിജന്റെ അളവ് നോക്കുക, നമ്മുടെ BP ചെക്ക് ചെയ്യുക, ഇങ്ങനെ എപ്പോഴും ഇവർ നമ്മളെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു സേവനം ലഭിക്കുക. നമ്മൾ അവിടുത്തെ ഡോക്ടേഴ്സിനും അവിടുത്തെ സ്റ്റാഫുകൾക്ക്, നഴ്സുമാർക്കും അത് അറ്റൻഡർമാർക്കും ഒക്കെ എന്ത് കൊടുത്താലാണ് മതിയാവുക? സത്യം പറഞ്ഞ കാല് തൊട്ട് ഞാൻ എല്ലാവരുടെയും കാല് തൊട്ട് വന്ദിക്കുകയാണ്. അവർക്ക് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുണ്ടല്ലോ, അവർക്ക് നമുക്ക് എന്ത് കൊടുത്താലും മതിയാകില്ല. അത് അനുഭവിച്ചവർ അറിഞ്ഞവർക്ക് മാത്രമേ പറയാൻ പറ്റൂ. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വലിയൊരു നന്ദികേടായിപ്പോവും. അതുകൊണ്ട് പറയുക, ഞാൻ ഒന്നിനെയും ഇതാക്കി ഒന്നുകൊണ്ടല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. കാരണം ജീവിതത്തിന്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് തിരിച്ചു വന്ന ഒരാളെന്ന നിലയിൽ എന്നെ തിരിച്ചു കൊണ്ടുവന്നത് അവരുടെ എല്ലാം പരിശ്രമമാണ്, അവരുടെ ആ നല്ല സമീപനമാണ് എനിക്കിന്ന് ഞാനായിട്ട് തിരിച്ചെൻ്റെ വീട്ടിലെത്താൻ പറ്റിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഹോസ്പിറ്റലിന്റെ ജനറൽ വാർഡിന്റെ ഒരു അവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞു, ഇരിക്കുകയാണ്. പക്ഷെ അവിടെയുള്ള ഓരോ പേഷ്യന്റിനെയും, അവിടെയുള്ള ഓരോ ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും അതുപോലെ അറ്റൻഡർമാരുൾപ്പെടെ, ഞാൻ കിടന്ന വാർഡിന്റെ കാര്യമാണ് പറയണത്. ഞാനവിടെ 4ാം വാർഡിലായിരുന്നു. അപ്പോൾ ആ വാർഡില് എൻ്റെ അനുഭവമാണ് പറയുന്നത്. അവിടെ കിടന്നവരുടെ അവർക്ക് കിട്ടിയ പരിചരണം, നല്ല രീതിയിലുള്ള പരിചരണമാണ്. ശരിക്കും ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇത്രയും നല്ലൊരു പരിചരണം ഒന്നും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് രോഗിയാണ്, നമ്മൾ കേട്ടിരിക്കുന്ന കോവിഡ് രോഗികളെ കൊണ്ടുവന്നങ്ങ് തള്ളും, സർക്കാർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നങ്ങ് തള്ളാണ്. അവരവിടെ ഇട്ടിട്ട് ആരും തിരിഞ്ഞു നോക്കത്തില്ല, അവർക്ക് സമയത്ത് വെള്ളം കിട്ടത്തില്ല, മെഡിസിൻ കിട്ടത്തില്ല, ഇങ്ങനെ ഇട്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ കുറെ കേട്ടത്, പുറത്ത് നിന്ന് കുറെ കേട്ടിരുന്നത്. അപ്പൊ ആ ഒരു ഭയവും എനിക്ക് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും ചെന്ന് അത്യാധുനിക സൗകര്യങ്ങളോട് കഴിയാൻ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കഴിയില്ല. അപ്പോൾ നമ്മളെ പോലുള്ളവരെ ആശ്രയിക്കുന്ന എപ്പോഴും സർക്കാർ ഹോസ്പിറ്റലുകൾ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സേവനമുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. നമുക്ക് അതിനുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നാലും നമുക്ക് അതിൻ്റെ ഉള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിചരണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സേവനം എനിക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി. എനിക്ക് അവിടെയുള്ള ഓരോ അംഗങ്ങളെയും മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ശരിക്കും ആ ഒരു സ്റ്റേജിൽ നിന്ന് തിരിച്ചു വന്ന PP കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും PP കിറ്റ് ഇട്ടു. പക്ഷെ അതിനുള്ളിലുള്ള ആ വ്യക്തികളെ ഇനി ഒരിക്കലും എനിക്ക് അതൊരു സങ്കടമാണ്, ശരിക്കും സങ്കടമാണത്. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ നല്ല മനുഷ്യരെ ഇനി നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ ദൈവമേ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാ PP കിറ്റിനകത്ത് നിന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനകത്ത് നിന്നിട്ട് നമുക്കൊരു മാസ്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നറിയില്ലേ. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ നിന്ന് അവരിങ്ങനെ നിന്നിട്ട് അതിനകത്ത് നിന്ന് ഈ വർക്കെല്ലാം ചെയ്യുക, ഈ ചൂടും ഇതെല്ലാം സഹിച്ചിട്ട് എത്രമാത്രം അസ്വസ്ഥപ്പെട്ടിട്ടായിരിക്കും. പക്ഷെ എങ്കിൽ പോലും നമ്മളോടൊക്കെ അവരെന്ത് സ്നേഹമാണ്, എന്ത് നല്ല പരിചരണമാണ് നൽകിയത്. അവിടെ തന്നെ എന്താ പറയുക, അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് നൽകുന്ന അവരെ ശരിക്കും ഇനി എവിടെയെങ്കിലും വച്ച് കണ്ടാണ്ടല്ലോ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. കാരണം അതിനുള്ളിൽ ആരാന്ന് നമുക്കറിയില്ല. അതൊക്കെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആ ഒരു ശക്തി ശരിക്കും ചില മനുഷ്യരൂപങ്ങളിൽ നേരിട്ട് ഭൂമിയിലേക്ക് വന്നതാണെന്ന് നമുക്ക് തോന്നുന്നു. ഒരു കോവിഡ് പേഷ്യന്റ് എന്ന നിലയിൽ എനിക്ക് അവിടെ കിട്ടിയ സേവനം തികച്ച സംതൃപ്തമാണ്. അത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മുടെ സർക്കാരിനും അതുപോലെ തന്നെ അത് നമ്മുടെ ആരോഗ്യ വകുപ്പിനും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഒരു അംഗീകാരമാണ്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പം അത് പുറം ലോകത്തെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. പിന്നെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ചാണ്. മാസ്ക് നല്ല ക്ലിയർ ആയിട്ടില്ല കേട്ടോ, എനിക്ക് ശ്വാസതടസ്സമൊക്കെ ഉണ്ട്. കോവിഡ് മഹാമാരി ശരിക്കും കഴുത്തിനോട് പിടിച്ചിരിക്കുന്നത്, എപ്പോഴും കഴുത്തിൽ ആരോഗ്യം പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാസ്കിനെ കുറിച്ചാണ്.
തെറ്റായ രീതിയിൽ മാസ്ക് ധരിക്കുന്നത് കൊണ്ടാവാം എളുപ്പത്തിൽ നമുക്ക് കോവിഡ് പിടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോവിഡിന്റെ അതിതീവ്രമായിരുന്ന ഘട്ടത്തില് ഞാൻ നന്നായിട്ട് സർജിക്കൽ മാസ്കും N95 മാസ്കും ഒക്കെ യൂസ് ചെയ്തിരുന്ന സമയത്ത്, പിന്നെ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തു, നന്നായിട്ട് കെയർ ചെയ്തിരുന്ന സമയത്ത്, ഞാൻ ഈ കോവിഡ് അതിതീവ്രമായിരുന്ന സമയത്തും നമ്മുടെ പല ആവശ്യങ്ങളുമായി പുറത്തു പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് എന്ത് ചെയ്തില്ല, കോവിഡ് വന്നിരുന്നില്ല. പിന്നീട് ഈ മാസ്ക് ഒരു അരോചകമായി തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ മാസ്ക്, ഇതുപോലത്തെ മാസ്ക് അത് നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഫുള്ളിങ്ങനെ കവർ ചെയ്തിരിക്കുകയല്ലേ. അപ്പൊ അത് നമുക്ക് ചിലപ്പോഴൊക്കെ ചില ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു പോകാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു മാസ്കിന്റെ സ്റ്റൈൽ അങ്ങ് മാറ്റിയാൽ എന്താന്ന്. അപ്പൊ ഞാൻ പിന്നെ ഈ മാസ്ക് അങ്ങ് മാറ്റിയിട്ട് പിന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്താ, ഇതുപോലുള്ള ഇത് കണ്ടോ, ഇതേപോലുള്ള ക്ലോത്ത് കൊണ്ടുള്ള മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാസ്കാണ്, ഈ ക്ലോത്ത് കൊണ്ടുള്ള മാസ്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വയ്ക്കുമ്പോൾ എനിക്ക് തോന്നി ഇതൊരു സ്റ്റൈൽ ഉണ്ട് എന്ന് തോന്നി. കണ്ടോ, ഇത് വെച്ചപ്പോൾ എനിക്ക് തോന്നി മറ്റേനേക്കാളും കുറച്ചുകൂടി സ്റ്റൈൽ ഇതാണെന്ന് തോന്നി, ക്ലോത്ത് കൊണ്ടുള്ള മാസ്ക്. മറ്റേതിങ്ങനെ കവർ ചെയ്ത് കപ്പായിട്ടിരിക്കുകയല്ലേ. അപ്പൊ സത്യം പറയാലോ, ഇതേപോലത്തെ മാസ്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് 2 പ്രാവശ്യം കോവിഡ് വന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയതാണ്, ഈ മാസ്ക് നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഇത് നമുക്ക് ഫുള്ള് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, മറ്റേതുപോലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല. എങ്ങനെയായിരുന്നാലും ഇതിവിടെ നിങ്ങോട്ട് ഇതായി പോവുകയും ഇതുവഴി നമ്മുടെ മൂക്കിനകത്തോട്ടും നമ്മുടെ ശ്വാസകോശത്തിലോട്ടൊക്കെ കോവിഡ് വൈറസ് കയറാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. എൻ്റെ ഒരു കണ്ടുപിടുത്താണ്, എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കണ്ടുപിടുത്തം. അപ്പൊ ഇത് സേഫ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒന്നേലും നമ്മൾ ഇതുപോലുള്ള സർജിക്കൽ മാസ്കുകൾ യൂസ് ചെയ്യുക, കേട്ടില്ലേ? ഇതേപോലുള്ള മാസ്കുകൾ, ഇത് മോഡലുള്ള മാസ്കുകളുണ്ടല്ലോ, ഇത് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് കണ്ടോ കവർ. ഇതുപോലത്തെ 2 മാസ്കൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കോവിഡിനെന്നല്ല, കോവിഡിന്റെ ബന്ധുക്കൾക്ക് പോലും നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള മാസ്കുകൾ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലത്തെ സർജിക്കൽ മാസ്കുകളോ അല്ലെങ്കിൽ ഇതുപോലെ ഫുള്ള് കവർ ചെയ്തിരിക്കുന്ന നല്ല മാസ്കുകളും നമ്മൾ എന്ത് ചെയ്യുക, നല്ല മാസ്കുകളും നമ്മൾ ഉപയോഗിക്കുക. ഇതെന്ന് വെച്ചാൽ ഒരു കാരണവശാലും എവിടെ കൂടെയും കോവിഡിന് കയറി വരാൻ പറ്റത്തില്ല. കോവിഡിന് നല്ല ആർക്കും കയറി വരാൻ പറ്റത്തില്ല. അത്രയും സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 പ്രാവശ്യം ഒരേ മാസത്തിൽ 2 പ്രാവശ്യം കോവിഡ് വന്ന് അതിന്റെ തിക്തഫലങ്ങൾ നല്ലതായിട്ട് അനുഭവിച്ച് കോവിഡ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി അങ്ങേതലയ്ക്ക് ജീവിതത്തിന്റെ അങ്ങേതലയ്ക്കിൽ പോയിട്ട് ആയുസിന്റെ അങ്ങേയറ്റത്ത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പോയി തിരിച്ചു വന്ന ഒരാളായതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാണ്, നമ്മുടെ പുറമേയുള്ള സൗന്ദര്യമോ അല്ലെങ്കിൽ ആഡംബരമോ ഒന്നുമല്ല കാര്യം, നമ്മളുണ്ടെങ്കിലേ അതൊക്കെ ഉള്ളൂ അല്ലേ. അപ്പോൾ നമ്മളൊന്നിനു വേണ്ടിയും എന്ത് ചെയ്യരുത്, നമ്മുടെ ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയും പാടില്ല. ഇതുപോലെ കിടന്നു ചമച്ചാലുണ്ടല്ലോ നമ്മുടെ ഉള്ളം കാലം ഞരമ്പ് വരെ വലിഞ്ഞു വരാണ്. ഈ കോവിഡ് വന്നിട്ടുള്ള ഒരു ചുമയിനെ നമ്മളെ കൊണ്ട് ചുമക്കാനുള്ള കപ്പാസിറ്റി സത്യം തന്നെ എനിക്കിപ്പോ ഇല്ല. അതാണ് അവസ്ഥ. അപ്പോ ശരിക്കും ആ ഒരു വെപ്രാളമൊക്കെ നമുക്കുണ്ടാകുന്ന ശ്വാസ തടസ്സമൊക്കെ വരുമ്പോഴുണ്ടല്ലോ, നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു തീവ്രത എന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ, ഞാൻ പറയുമ്പോൾ കുറേ പേർക്ക് മനസ്സിലാവുന്നുണ്ടാവും, അനുഭവിച്ചവർക്ക് മാത്രമേ. അത് ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരി പിടിപെടാതിരിക്കട്ടെ, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. അതിന് നമുക്ക് പുറമേയുള്ള ആഡംബരമൊന്നും അല്ല വേണ്ടത്, നമ്മുടെ സേഫ്റ്റിയാണ്. എപ്പോഴും എല്ലാവരും സാനിറ്റൈസർ യൂസ് ചെയ്യുക, നന്നായിട്ട് കൈകൾ ശുചിയാക്കിക്കൊണ്ടിരിക്കുക, കഴിവതുള്ള സമയ ഇടവേളകളില്ലാതെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ മാസ്ക് ധരിക്കുന്നത് കൃത്യമായിട്ട് മാസ്ക് ധരിക്കുക. അത് നമ്മൾ പോലീസ് പിടിക്കുമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടോ അല്ല, നമ്മളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട്
മാസ്ക് ധരിക്കണം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സ്വന്തം ആരോഗ്യം പോയിട്ട് മറ്റെന്തോടും. നമ്മുടെ ആരോഗ്യമൊക്കെ പോയിട്ട് നമ്മളൊന്നും ഒന്നും അല്ലാന്നേ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മളായിട്ട് ജീവിക്കാൻ പറ്റൂ. അപ്പോൾ ബാക്കി കുറേ കാശുണ്ടാക്കി വെച്ചതുകൊണ്ട് ഒന്നുമല്ല. അവിടെ നല്ല കാശ് നമ്മൾ കാണുന്ന കാഴ്ച പച്ചയായ ജീവിതങ്ങളെയാണ് അവിടെ ആ ജനറൽ വാർഡിൽ എനിക്ക് കാണാൻ പറ്റിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ലാത്ത 5-6 മക്കളുള്ള അമ്മമാര് ആരുമില്ലാതെ തിരിഞ്ഞു നോക്കാൻ ഒരു മക്കള് വന്ന് തിരിഞ്ഞു നോക്കാതെ അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആ ഹോസ്പിറ്റലിന്റെ സ്വത്ത് പോലെ. നമുക്കതൊക്കെ കാണുമ്പോണ്ടല്ലോ ഹൃദയം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ശരിക്കും തൊലിയൊക്കെ പൊട്ടിയിട്ട് ബോധമൊന്നുമില്ലാതെ ഒരനക്കം മാത്രം ഉണ്ട്. അങ്ങനെ കിടക്കുന്ന ഓക്സിജനൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇട്ടിരിക്കുക. പക്ഷെ അവരാരും ഇല്ലാന്ന് അറിയാമായിരുന്നിട്ട് പോലും ശരിക്കും ഡോക്ടേഴ്സും സിസ്റ്റർമാരും അവരെന്തോരു കെയറാണ് അവർക്ക് കൊടുക്കുന്നത്. സ്വന്തം അമ്മയെ നോക്കണേക്കാളും ഭയങ്കരമായ രീതിയിൽ അവർ പരിചരിക്കുന്നുണ്ട്. ഞാൻ കണ്ടത് ആരും ഇല്ലാന്ന് വെച്ചിട്ട് നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലില് ആരെയും തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് ഞാൻ ആ 4-ാം വാർഡ് അവിടെ തള്ളിക്കളഞ്ഞിട്ടില്ല. മറ്റുള്ളവരും എനിക്കറിയില്ല, ഞാൻ കണ്ടതാണ്. അവരൊക്കെ എത്ര കെയർ, അവരുടെ മലമൂത്രങ്ങളെല്ലാം ഇവരെന്നെ വന്ന് നീക്കം ചെയ്ത് കറക്റ്റായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് എല്ലാം കൊടുത്ത് മെഡിസിൻ എല്ലാം കൊടുത്ത് ഡോക്ടർ വന്ന് കറക്റ്റായിട്ട് ചെക്കപ്പ്. ഒരു തുടുപ്പ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും നമ്മളെയൊക്കെ പലരും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ എന്തിനു മനുഷ്യനെ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നു, ഈ ജീവനങ്ങൾ എടുത്തുകൂടെ എന്ന്. പക്ഷേ അവരുണ്ടല്ലോ ഡോക്ടേഴ്സൊക്കെ അങ്ങനെയൊന്നുമില്ല. അവരെത്ര ആ ഒരു അവസാന തുടുപ്പ് പോലും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും അത്രയും കെയർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ മനസ്സ് ശരിക്കും നിറഞ്ഞുപോയി. സത്യം, അവരുടെയൊക്കെ കാല് തൊട്ട് വന്ദിച്ചാൽ മതിയാവില്ല. നമ്മൾ അവർക്കൊക്കെ എന്താ ചെയ്യണം, അവർക്കൊക്കെ വേണ്ടിയിട്ട് എന്താ ചെയ്യുക? ഒന്നും ചെയ്യണില്ല. അവരെയൊക്കെ അംഗീകരിക്കുക. ശരിക്കും അവരെയൊക്കെ നമസ്കരിക്കേണ്ടവരാണ്. അവരൊക്കെയാണ് ദൈവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള പരിചരണങ്ങൾ. അതുപോലെ തന്നെ ഓക്സിജൻ കൊടുത്തിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ആംബുലൻസുകൾ രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് വാർഡിലേക്ക് വന്ന് കൊണ്ടുവരും, ബെഡിലേക്ക് കിടത്തും. ചിലരെ കുറച്ച് കഴിയുമ്പോൾ തന്നെ കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകണുണ്ട്. ചിലരൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ട്. ചിലർ മെന്റലായിട്ട് മാറുന്നുണ്ട്. ചിലർ മെന്റലായവരിനെ നോർമലായിട്ട് ഡിസ്ചാർജായി പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്ന പച്ചയായ കാഴ്ചകൾ എന്ന് പറയുന്നത്. ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും കോവിഡും എല്ലാം കൂടി ആയിട്ട് ഞാൻ വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു. എനിക്ക് കൗൺസിലിംഗ് തന്നതും എന്നെ സ്നേഹത്തോടെ സംരക്ഷിച്ചതും അവിടെയുള്ള ഓരോ ആരോഗ്യ പ്രവർത്തകരുമാണ്, ഡോക്ടേഴ്സ് ഉൾപ്പെടുന്നവര്. അവരിലൂടെയാണ് ഞാൻ തിരിച്ചു വന്നത്. എനിക്ക് ആദ്യത്തെ ദിവസങ്ങളിലൊന്നും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ വാർഡ് വിട്ട് എന്നെ എന്നാണ് പൊതിഞ്ഞ് പുറത്തേക്ക് എടുക്കുന്നത് എന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. എന്നായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ട് കിടന്നത്. ദൈവമേ എപ്പോഴാണ് എന്നെ കെട്ടിപ്പൊതിഞ്ഞതുപോലെ പൊതിഞ്ഞു മാറ്റുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നിട്ട് ഒറ്റയ്ക്ക് എണീറ്റ് ബാത്റൂമിലേക്ക് പോയിട്ട് വന്ന് കിടന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മരിച്ചു പോവാ. അതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ മനുഷ്യന്റെ ജീവൻ എത്ര പെട്ടെന്ന് പൊലിഞ്ഞു പോവാണ് ദൈവമേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. കോവിഡിനെ ആരും നിസ്സാരമായി കാണരുത്. കോവിഡ് ഒരു നിസ്സാരമായിട്ടുള്ള, നമ്മളങ്ങനെ വില കുറച്ച് കാണേണ്ട ഒരാളല്ല കോവിഡ്. അതെന്ന് വെച്ചാൽ അത് തീവ്രമാണ്. അത് ബാധിക്കാതിരിക്കാൻ ശ്രമിക്കും. പലരും പറയും കോവിഡ് പ്രശ്നമില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല. കോവിഡ് ശരിക്കും വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് അതിനെ നിസ്സാരമായിട്ട് കാണാതിരിക്കും. എന്ന് വെച്ചാൽ പേടിക്കണമെന്നൊന്നുമല്ല ഞാൻ പറയണത്. നിസ്സാരമായിട്ട് കാണാതിരിക്കും. വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ കൃത്യമായിട്ട് എടുക്കണം. അപ്പൊ നമ്മളെപ്പോഴും അഹങ്കരിക്കുകയാണ്, നമുക്ക് എല്ലാവരും ഉണ്ട്, എല്ലാം ഇതുണ്ട് എന്നൊക്കെ. പക്ഷെ എപ്പോഴാണ് നമ്മൾ ആരുമില്ലാത്തവരായി മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ഈശ്വരന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക, ആഡംബരത്തിനല്ല. എപ്പോഴും നമുക്ക് നമ്മുടെ ആരോഗ്യത്തോടെ, നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാവണം. ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് എന്തും നേടാൻ പറ്റൂ, നമ്മൾ ആരും ആവുള്ളൂ അല്ലേ.
ഇങ്ങനെ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. കാരണം കോവിഡിൻ്റെ ആ മഹാതാണ്ഡവം എന്താന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞിട്ട് 2 പ്രാവശ്യം എന്നെ വന്ന് ഒരുമിച്ച് തന്നെ എന്ന് പറയാം, 1 മാസത്തിൽ തന്നെ ഒരു 10 ദിവസത്തേക്ക് ഡിസ്റ്റൻസ് ഇട്ടിട്ട് 2 പ്രാവശ്യം പിടിമുറുക്കിയതാണ് കോവിഡ്. ഞാൻ വിചാരിച്ചു ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ വരില്ല. ഞാൻ ഒരു വാക്സിൻ എടുത്തതാണ്. പിന്നെ ആണ് 2ാമത്തെ വാക്സിൻ എടുക്കുന്ന സമയത്താണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പോൾ അത് അത്ര വലിയ തീവ്രമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വാക്സിനൊക്കെ എടുത്തത് കൊണ്ടായിരിക്കാം അത്രയും തീവ്രമാവാത്തതും, വാക്സിൻ എടുത്തത് കൊണ്ടായിരിക്കാം ഇന്ന് എനിക്കിതുപോലെ ഇവിടെ ഇരിക്കാൻ പറ്റിയത് എന്നെനിക്ക് വിശ്വസിക്കുന്നു, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാക്സിൻ എടുക്കുക, എടുത്തിട്ടില്ലെങ്കിൽ വാക്സിൻ എടുക്കുക. അതുപോലെ കോവിഡിനെതിരെ പോരാടുക, അതിനെ നിസ്സാരമായി കാണരുത്. അല്ല വന്ന് നമ്മൾ അനുഭവിച്ചിട്ടേ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കൂ എന്ന് ചിന്തിക്കരുത്. അല്ല, കോവിഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ചെന്ന് അല്പനേരം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോവിഡ് എന്ന്. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന ഒന്നല്ല അത്. അപ്പോൾ അതുകൊണ്ട് കോവിഡിനോട് നമ്മൾ പൊരുതുക. അത് നമ്മുടെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്. എല്ലാവരും ആരോഗ്യ പ്രവർത്തകരുമായിട്ടും എല്ലാവരുമായിട്ടും സഹകരിക്കുക. നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളോട് ഓരോരുത്തരും മാസ്ക് വയ്ക്കാനും സാനിറ്റൈസർ യൂസ് ചെയ്യാനും കൈ കഴുകാനും ശുചിയായിരിക്കാനും ഒക്കെ പറയണതെന്ന് ചിന്തിക്കുക. അല്ല ആരോടും ഒരു വെറുപ്പും വിദ്വേഷവും ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. അപ്പോൾ ആരോഗ്യമാണ് മെയിനായിട്ടുള്ള ഘടകം. ശരിക്കും ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യമാണ്, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ആൾക്കാരെല്ലാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തേടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഗവൺമെന്റ് ഞാൻ പിന്നെ അങ്ങനെ വലിയ അസുഖമൊന്നും ബാധിച്ച ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല. അത്യാവശ്യം എന്തെങ്കിലും പനിയൊക്കെ വരുമ്പോൾ പോയി ഒരു ഇതൊക്കെ ഡോക്ടറെ കണ്ടിട്ട് വരാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ ചെന്ന് അഡ്മിറ്റ് ആയപ്പോൾ അവിടെ കണ്ട അനുഭവമാണ് ഞാൻ പറയുന്നത്. ശരിക്കും നമ്മുടെ ആരോഗ്യ മേഖലയിൽ വളരെ നല്ല കോവിഡ് വാർഡിൽ എനിക്ക് വളരെ നല്ലൊരു മാറ്റം, നല്ല ഒരു എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം നല്ല ഒരു സേവനം അവിടെ എനിക്ക് ലഭിച്ചു. മറ്റുള്ളവർക്കും അവിടെ കിടന്നവർക്കും ഇതൊരു അഭിപ്രായം വരാനൊരു ചാൻസ് ഇല്ല. എല്ലാത്തിലും കുറ്റം കാണുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കാം, എനിക്കറിയത്തില്ല. അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ബാത്റൂം എന്താണ് അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, പൊതുവായിട്ട് യൂസ് ചെയ്യുന്നൊരു ബാത്റൂം, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് അവിടുത്തെ അവരിടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ പോയിട്ട് അത് കറക്റ്റായിട്ട് നമ്മൾ പോയി നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മാത്രം പോരല്ലോ, മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ തന്നെ അതൊന്ന് വൃത്തിയാക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴും ക്ലീനായി. പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകളിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. പൊതുജനം പലവിധമെന്നല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ വാർഡിലെ ബാത്റൂമിന് ഒരു പ്രശ്നമുണ്ട്. ചിലർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ഓരോരുത്തരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നല്ല ക്ലീനാക്കി വയ്ക്കാൻ പറ്റണതേ ഉള്ളൂ. അവരും അത്യാവശ്യം വന്ന് ക്ലീൻ ചെയ്യണമുണ്ട്. അപ്പൊ അതൊക്കെയാണ് അവിടെ ജനറൽ ഹോസ്പിറ്റലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജനറൽ ഹോസ്പിറ്റൽ സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്നുവെച്ചാൽ വളരെ രാജാവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് പേവിഷത്തിന്റെ വാക്സിൻ ഉള്ളത് അവിടെയാണെന്ന് കേട്ടിട്ടുണ്ട്, ജനറൽ ഹോസ്പിറ്റലിൽ. അപ്പോൾ ഈ ജനറൽ ഹോസ്പിറ്റല് ദൂരം കെട്ടിടങ്ങളോ പഴയ നമുക്ക് കാണണം കിട്ടോ. ഞാനത് ഇറങ്ങിയിട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ പഴയ കെട്ടിടങ്ങൾ ഒരുപാട് ഓടിട്ട ഒരുപാട് പഴയ ആ ബിൽഡിങ്ങുകൾ ഇങ്ങനെ നിരന്ന് എന്തോരം സ്ഥലമാണെന്നറിയോ. എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, സർക്കാരിനോടും ആരോഗ്യവകുപ്പിനോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്ഥലം നമ്മുടെ സിറ്റിക്കകത്ത്, ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇത്രയും സ്ഥലം കിടക്കുന്നുണ്ട്. അവിടെ കുറേ ഉപയോഗശൂന്യമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴക്കം കൊണ്ട്
ഉപയോഗശൂന്യമായി പോയിട്ടുള്ള കുറെ ബിൽഡിങ്ങുകൾ അവിടെ കാണാൻ പറ്റി ഹോസ്പിറ്റലിന്റെ ഭാഗമായിട്ട്. അതെല്ലാം ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് നല്ല രീതിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ജനറൽ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ സർക്കാർ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യ വകുപ്പ് കൂടുതൽ അതിലൊരു ശ്രദ്ധ കൊടുക്കുക. അവിടുത്തെ ആ ബിൽഡിങ്ങുകളൊക്കെ പുതുക്കി പണിയുകയോ പുതിയ ബിൽഡിങ്ങുകൾ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് അത് വളരെയധികം പ്രയോജനം ചെയ്യും. സാധാരണക്കാരായ ആൾക്കാരാണ് എപ്പോഴും സർക്കാർ ഹോസ്പിറ്റലുകളെ ആശ്രയിക്കുന്നത്. അപ്പൊ അവർക്ക് അവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല സേവനങ്ങൾ ലഭിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല, ലഭിക്കുന്നുണ്ട്. എങ്കിലും അത്യാധുനിക സൗകര്യങ്ങൾ കൂടുതൽ അവിടെ ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. നല്ല ബിൽഡിങ്ങുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. പഴയ കുറെ ചോർച്ചയൊക്കെ ഉണ്ട്. ഇപ്പൊ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്ന വാർഡിൽ മഴ പെയ്യുമ്പോൾ നല്ല ചോർച്ചയുണ്ടായിരുന്നു. അപ്പോൾ മഴ വെള്ളമൊക്കെ ഇങ്ങനെ വീണുകൊണ്ട് കിടന്നു. അപ്പോൾ അതൊക്കെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കുക. ആ ഒരു അവസ്ഥയൊക്കെ ഒന്ന് പരിഹരിച്ച് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിന്റെ ട്രിവാൻഡ്രം ജനറൽ ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പരിഗണന കൊടുക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം ഞാനൊരു കോവിഡ് പേഷ്യൻ്റായിട്ട് കുറച്ച് ദിവസം അവിടെ ചെലവഴിച്ച ആളാണ്. അവിടുത്തെ ട്രീറ്റ്മെന്റ് എല്ലാം കിട്ടി വളരെ സംതൃപ്തിയോടുകൂടി തിരിച്ചു വന്ന ഒരാളാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശരിക്കും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ഇത്രയും നല്ലൊരു സേവനം ലഭിച്ചതിന് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. എനിക്കിനി ഒരിക്കൽ പോലും കണ്ടാൽ അവരാരും തിരിച്ചറിയില്ല. കാരണം എല്ലാവരും PPE കിറ്റിനകത്താണ്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയി ഇവരെയൊക്കെ ഒന്ന് നേരെ കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. കാരണം നമ്മുടെ ജീവൻ തിരിച്ചു വന്നവരാണ്, നമ്മളെ സംരക്ഷിച്ചവരാണ്. എവിടെയെങ്കിലും വച്ച് കാണുമ്പോൾ ഒന്ന് ചിരിക്കണമെങ്കിൽ പോലും അവരുടെ ഒന്നും മുഖം അറിയത്തില്ലല്ലോ. ശരിക്കും അവരെയൊക്കെ സമ്മതിക്കണം. ഈ PPE കിറ്റിനകത്ത് നിന്ന് ഇങ്ങനെ ഉരുകി ഒലിച്ചു നിൽക്കുന്ന എത്രമാത്രം കഷ്ടതകളും ത്യാഗവും സഹിച്ചിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വന്ന് ഇത്രയും സ്വന്തം ജീവൻ പണയം വെച്ചിട്ട് തന്നെയാന്ന് പറയാം അങ്ങനെ വന്ന് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതെന്തുവാണ്, അപ്പൊ അത്രയും നല്ല സേവനം. ശരിക്കും കോവിഡ് പേഷ്യന്റ് എന്ന നിലയിൽ ഞാൻ ആ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ ഞാൻ ശരിക്കും സംതൃപ്തിയോടുകൂടി തന്നെയാണ്, പോയതിലുപരി സംതൃപ്തിയോടുകൂടി തന്നെയാണ് തിരിച്ചു വന്നത്. നല്ല അനുഭവം തന്നെ ആയിരുന്നു. നല്ല സേവനങ്ങൾ തന്നെയാണ് ഡോക്ടേഴ്സും അറ്റൻഡേഴ്സും ഉൾപ്പെടെയുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും എനിക്ക് ലഭിച്ചത്. അപ്പോൾ അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകൾ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തട്ടെ. അത് നമ്മുടെ പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.